തോരൻ എന്ന് പറഞ്ഞാൽ ചേനയുടെ ഇലയാണ്. ചേനയുടെ തണ്ട് തോരൻ വെക്കും. ചേനത്തണ്ടും ചെറുപയർ എന്ന് പറയുന്ന പോലെ ഇന്ന് ചേനയുടെ ഇലയും വൻപയറും കൂടെ ഞാനൊരു തോരൻ വെക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ചിറ്റിക്കൊണ്ട് വന്നതാണ്. കേട്ടോ, നിങ്ങൾ തോരൻ വെച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇതൊക്കെ ചൊറിയുന്നില്ലേ ചൊറിയുന്നില്ലേന്ന്. ചൊറിയുന്നുമില്ല, ഒന്നുമില്ല. നല്ല ഒന്നാം തരം. അപ്പോൾ എല്ലാവരും ഓർക്കും എനിക്ക് വട്ടാണോ ഈ ചേന കിളുത്ത് വരുന്നത് പോയി പൊടിച്ചുകൊണ്ട് വന്ന് തോരൻ വെക്കാനെന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്ന ചേന, അതിൻ്റെ തണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ മുറിച്ചെടുത്തത്. മത്തയില പോലെ തന്നെ ഇരിക്കുന്നു അരിഞ്ഞപ്പം. ആഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ചേനയും ചേന മെഴുക്ക് പുരട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഈയിടയ്ക്ക് ചേനപ്പൂ തോരൻ വെച്ചത് അത് നല്ലതാണ്. ഇപ്പോൾ ആണ്ട് ചേനയില തോരൻ, അതിൻ്റെ കൂടെ ഇച്ചിരി വൻപയറും കൂടെ ഇടുന്നുണ്ട്. ചെറുപയർ ഇല്ല, അതുകൊണ്ടാണ് വൻപയർ എടുത്തത്. വൻപയറും കൂടെ ഇട്ടൊരു തോരൻ. അപ്പോൾ ചേനയില തോരൻ വെക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു കപ്പ് വൻപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഒത്തിരി നല്ലപോലെ അങ്ങ് വെന്ത് കുഴച്ചില്ല. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളിയും കാന്താരിമുളക് എടുത്തിരിക്കുന്നത്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇത് ചതച്ചിട്ട് നമുക്ക് ചേനയില തോരൻ വെക്കാം. അത് നാവി കയറ്റിയാൽ മതി, അപ്പോഴത്തേനും അത് വെന്ത് കഴിയും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സ്വല്പം ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ. ഇനി നമുക്കത് കടുക് താളിച്ച് അതൊന്നിച്ച് ആവി കയറ്റി എടുക്കാം, തോരനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കടുക് താളിക്കാൻ തുടങ്ങാം. സ്വല്പം എണ്ണയാണ്. കടുകിട്ട് കൊടുത്തു. കടുക്കെല്ലാം നല്ലപോലെ പൊട്ടി. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ. നമ്മൾ എപ്പോൾ തോരൻ വെക്കാൻ തുടങ്ങിയാലും എന്തായാലും ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുക് മൂപ്പിക്കും. അപ്പോൾ ആ തേങ്ങ ആദ്യം ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ആ തേങ്ങ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന്, അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താണോ അതിട്ട് തോരൻ വെക്കാനായിട്ടുള്ളത് അതും കൂടെ ഇട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇലയിട്ട് കൊടുക്കാം. അങ്ങനെ ചേനയില തോരൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് വൻപയറും കൂടെ അങ്ങ് ഇടാം. ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തുമില്ല.
അതുകൊണ്ടാണ് വൻപയർ അധികം വേവിക്കുന്നത്. ഇതൊന്ന് ഈ ഇല ആണേ ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പൊന്നും നോക്കണ്ട. ഇത് നല്ലപോലെ ഒന്ന് വേകട്ടെ. ഇനി അത് ഒരു 5 മിനിറ്റ് മതി. 10 മിനിറ്റ് ഒന്നും വേണ്ട. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. പയറിൻ്റെ വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ ചേനയുടെ ഇല പറിച്ചുകൊണ്ട് വന്ന് ഇവർ തോരൻ വെക്കുന്ന ഇതെന്നതാ. അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ചേനയായതുകൊണ്ട് ആ ചേനയും ഇങ്ങ് പറിച്ചു. വലിയൊരു ചേനയായിരുന്നു. അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലയ്ക്ക് വേണ്ടി മുറിച്ചെടുത്ത് കഴിഞ്ഞ കൊല്ലത്തെ ചേന കിടന്നതാണ്. ഇത് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതൊരു മെഴുക്ക് പുരട്ടിക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർക്കത്തില്ലേ ഈ ഇല വെട്ടിക്കൊണ്ട് വന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുറിച്ച് കുറേ കളഞ്ഞു. തിരിച്ച് കാണിച്ചേ ഉണ്ടോ? കഴിഞ്ഞ കൊല്ലത്തെ കുഞ്ഞു ചേനകളാണ്. ഇതൊന്നും നമ്മൾ പറിക്കത്തില്ലായിരുന്നു, ചുമ്മാ കളയും. വലിയ ചേന മാത്രമേ ഉള്ളൂ കൂടുതലും പറിക്കുന്നത്. കണ്ട ഒരു ആമയെ പോലെ ഉണ്ട് അല്ലേ? മനോഹരമായിരിക്കും. അങ്ങനെ നമ്മുടെ ചേനയിലത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി അതങ്ങ് കഴിച്ചാൽ മാത്രം മതി. വൻപയർ കുറച്ചുകൂടെ വേണമായിരുന്നു, വൻപയറും ഇല്ലായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ ചേന ഇലത്തോരൻ. ഇത്രയും ഇല അരിഞ്ഞ് നമ്മൾ വെച്ചിട്ട് ഇത്രയും തോരനാവുന്നത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആരും പറയത്തില്ല ഇത് ചേനയുടെ ഇലയാണെന്നൊന്നും. ഇത് മത്തയിലയാന്ന് പറയും. നിങ്ങളെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.